ഹായ്, വെൽക്കം ടു മൈ ചാനൽ കാറ്റ് പെർഫെക്റ്റ്. ഞാൻ ഷിനോജ് നിങ്ങളോടൊപ്പം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അറേ എന്നുള്ളൊരു കമാൻഡാണ്. അതായത് നമുക്ക് ഓട്ടോകാഡിൽ ഒരുപാട് യൂസ്ഫുൾ ഉള്ള ഒരു കമാൻഡാണ്. ഒരേപോലത്തെ ഒരുപാട് ഒബ്ജക്റ്റ് നമുക്ക് റെക്ടാങ്കുലറായിട്ടോ പോളറായിട്ടോ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ്. അതിൻ്റെ മോർ ഡീറ്റെയിൽസ് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാം. അതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും. അപ്പോൾ സ്ക്രീനിൽ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കമാൻഡാണ് അറേ. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് തരത്തിലുള്ള അറേ ഉണ്ട്. ഒന്ന് റെക്ടാങ്കുലർ അറേ, ഒന്ന് പോളാർ അറേ, ഒന്ന് പാത്ത് അറേ. ഓക്കെ, നമുക്ക് ഈ ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അറേ കൊണ്ടുള്ള ഉപകാരം എന്ന്. അതായത് നമ്മൾ ഇവിടെ ഒരു സർക്കിൾ വരച്ചു, അതിനെ അറേ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ, ഇതിപ്പോൾ സർക്കിൾ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തതാണ്. എന്ത് ഒബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽസിലും വെർട്ടിക്കലിയും ഹൊറിസോണ്ടലി ആയിട്ട് നമുക്ക് ആ ഒബ്ജക്റ്റിനെ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അറേ എന്ന് പറയുന്നത്. അപ്പോൾ റെക്ടാങ്കുലർ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലാണ്, ഇങ്ങനെയുള്ള ഒരു സീരീസിലാണ് വരിക. ഇതിപ്പോൾ നമുക്ക് കൂടുതൽ കൊടുക്കഴിഞ്ഞാൽ കൂടുതൽ കൊടുക്കാം, കുറച്ച് കൊടുക്കഴിഞ്ഞാൽ കുറച്ച് കൊടുക്കാം. പക്ഷേ പോളാർ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ചില കാര്യങ്ങൾ സർക്കിളിലായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിന് ചുറ്റുമാണ് അല്ലെങ്കിൽ ഒരു സർക്കിൾ ഡയറക്ഷനിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ഒബ്ജക്ട്സ് കോപ്പി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനെ പോളാർ അറേ എന്നുള്ളൊരു കമാൻഡാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ചിലപ്പോൾ ഒരു ലൈനിൻ്റെ ഇങ്ങനെ ഒരു പ്രത്യേക ലൈനിൽ നമുക്ക് ചെയ്യേണ്ടി വരും. അതായത് ഇങ്ങനെ ഒരു ഇറഗുലർ ഷേപ്പിലും പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ അതിന് എങ്ങനെയുള്ളതാണ് പാത്ത് എന്നുള്ളൊരു ഓപ്ഷനിൽ കൂടെയാണ്. പാത്താണ് ആ അറേക്ക് വരുന്ന പേര്. ഒരു പാത്ത് സെലക്ട് ചെയ്തിട്ട് ആ പാത്തിൽ കൂടെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ റെക്ടാങ്കുലർ അറേ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു. വെറുതെ എക്സാമ്പിൾ, ഞാനൊരു ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സർക്കിളാണ് വരച്ചത്. ഓക്കെ, ഇനി നമുക്ക് അറേ കമാൻഡ് ഉപയോഗിക്കാം. ARRAY. അപ്പോൾ അറേ കമാൻഡ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ അറേ സെലക്ട് ഒബ്ജക്റ്റ് ചോദിക്കുമ്പോൾ സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും വരും. നമുക്ക് റെക്ടാങ്കുലർ അറേ, പാത്ത്, പോളാർ എന്നുള്ള 3 ഓപ്ഷൻ വരും. അതുപോലെ തന്നെ താഴെയും ഇവിടെ റെക്ടാങ്കിൾ എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു. റെക്ടാങ്കിൾ ഞാൻ സെലക്ട് ചെയ്തു, എനിക്ക് റെക്ടാങ്കുലറാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ ഇത്രയും ഒരു 1 2 3 4 ആൻഡ് 3/4 ഒരു സീരീസിലാണ് വന്നത്. അപ്പോൾ സെയിം ടൈം നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കമാൻഡ് ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയേണ്ടത് ഇപ്പോൾ കോളം 4 ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് അവിടെ കിടക്കുന്നതുകൊണ്ടാണ് 4 വന്നുള്ളത്. അപ്പോൾ 1 2 3 4. ഇപ്പോൾ നമുക്കിത് 4 പറ്റില്ല, 10 വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ 10 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക് 10 വന്നു. കണ്ടോ? ഞാനിതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വയ്ക്കുകയാണ്, കാരണം മറ്റേതായിട്ട് ഡിസ്റ്റർബ് ആവണ്ട. ഓക്കെ, ഇനി ഇത് തന്നെ ഒന്നിനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കമാൻഡ് വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ കമാൻഡ് ബോക്സ് വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇപ്പം 3 കൊടുത്തുള്ളത്. ഈ 3 പകരം നമ്മൾ 5 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അറേ ക്ലോസ് അടിച്ച് കണ്ട അങ്ങനെ അത്ര വരും. ഓക്കെ, ഇനി നമുക്ക് ചിലപ്പോൾ ഈ അറേയുടെ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽസിലാണ് വേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഇൻ്റർവെൽസും നമുക്കിവിടെ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കണ്ടോ? ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് ഇപ്പോൾ എത്ര 50,008 കിടക്കുന്നത്. അത് നമുക്ക് കൂട്ടും കുറയ്ക്കാനനുസരിച്ച് ഇതിൻ്റെ ഗ്യാപ്പുകൾ കുറഞ്ഞും കൂടിയും വരും. ഓക്കെ, ഇനി നമുക്ക് ഇത് നോക്കാം. ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റേസ് ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ പോളാർ പോയിട്ട് ഇനി പോളാർ അറേയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സെയിം പോലെ ARRAY അറേ പോവുകയാണെന്നുണ്ടെങ്കിൽ പോളാർ അറേ ഇത് സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പോളാർ അറേ സെലക്ട് ചെയ്തു. പോളാർ അറേ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ പോളാർ അറേക്ക് നമുക്കൊരു സെൻറ്റർ ഓഫ് ബേസ് പോയിന്റ് കാണിക്കണം കേട്ടോ. ഒരു ബേസ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് സർക്കിളൊക്കെ വരയ്ക്കുന്ന പോലുള്ള ഒരു ബേസ് പോയിന്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബേസ് പോയിന്റ് വെച്ചിട്ടാണ് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ബേസ് പോയിന്റ് വേണമെങ്കിൽ നമുക്ക് അളന്ന് വെച്ച് ഇവിടെ ഒരു സർക്കിൾ കൊടുത്തിട്ടോ അതിൻ്റെ സെൻറ്റർ പോയിന്റോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോഴും ഇവിടെ വന്നുള്ളത് എന്താ പറയുക, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മുകളിൽ വന്നു കഴിഞ്ഞു. അഗൈൻ ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 6 എടുക്കണം, അതുകൊണ്ടാണ് ഈ 6 ഇതാക്കുന്നത്. അതുപോലെ റോസ് 2, ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ 2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിചാരിച്ചു.
ഓക്കെ 2 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ ഇവിടുത്തെ ബിറ്റ്വീൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കൊടുത്തത് കൊണ്ട് 2 റോസ് വരുമ്പോൾ ഇങ്ങനെ വന്നു. ഇനി അത് 3 റോസോ അല്ലെങ്കിൽ 5ഓ 6ഓ എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് 3Dയിൽ ചെയ്യാൻ വെച്ചാൽ അതിൻ്റെ ലെവൽസ് നമുക്ക് ഇതാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ ഗ്യാപ്പും ഒക്കെ ഡിഗ്രിയും ഒക്കെ നമുക്കിവിടെ ഹാഫ് ആയിട്ട് ചെയ്യാൻ ഹാഫ് ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് പാത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യണം. ഞാനിവിടെ ഒരു പാത്ത് വരയ്ക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ അതിന് ഒരു സർക്കിൾ കൊണ്ട് വരയ്ക്കുന്നു. പാത്ത് ഞാൻ സെലക്ട് ചെയ്തു, അത് പാത്ത് പി ലൈൻ ആയിരിക്കണം. അപ്പോൾ ഞാനിവിടെ പാത്ത് പി ലൈൻ വരച്ചു. അപ്പോൾ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു. ഇനിയുള്ളത് അറേ കമാൻഡ് തന്നെ അഗെയിൻ കൊടുക്കുമ്പോൾ ARRAY അറേ കമാൻഡ് കൊടുത്ത് ഇവിടെ പാത്ത് സെലക്ട് ചെയ്യണം. അപ്പോൾ എന്നോട് ഇവിടെ ചോദിക്കുന്നു അറേ സെലക്ട് പാത്ത് ചോദിക്കുന്നു, കണ്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്തപ്പോൾ ആ പാത്ത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതേ പാത്ത് പോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആർക്ക് വരയ്ക്കാം. ചിലപ്പോൾ നമുക്കൊരു ആർക്കിൻ്റെ മുകളിലായിരിക്കും വേണ്ടി വരിക. അപ്പോൾ ആർക്ക് വെച്ചെങ്കിൽ ഈ ആർക്ക് സെലക്ട് ചെയ്തിട്ട് ആ പാത്ത് ആർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽഡ് പോലെ വരും. ഇപ്പം ഇതും നമുക്ക് സെയിം വേ ഇതിൻ്റെ എല്ലാം ബിറ്റ്വീൻ എത്രയാണ്, കാരണം ഇതിൻ്റെ ലെങ്ത് പ്രോപ്പറായിട്ട് അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ എത്ര ഗ്യാപ്പിൽ വേണം അതെല്ലാം നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു അറേ എന്നുള്ളൊരു കമാൻഡ്. വളരെ ചെറിയൊരു കമാൻഡാണ്, പക്ഷേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കമാൻഡാണ്. പലപ്പോഴും നമുക്ക് പല ആവശ്യങ്ങളിലും മെക്കാനിക്കൽ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആവശ്യങ്ങളുള്ള ഒരു സാധനമാണ് അറേ. സിവിലുകാർക്കും ആവശ്യമുണ്ട്, ഇലക്ട്രിക്കലിന് എല്ലാവർക്കും ആവശ്യമുണ്ട്, പക്ഷേ മെക്കാനിക്കലിന് കുറച്ച് കൂടുതൽ ചില സ്ഥലത്ത് നമുക്ക് ആവശ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അറേ എന്നുള്ളൊരു കമാൻഡ്. ഇത് നിങ്ങൾ 1ഓ 2ഓ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ആവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ ഓർമ്മിച്ച് തന്നെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരേക്കും ബൈ.